Welcome dear students. In this video let's see the format of receipts and payments account. See receipts and payments account ന് ഒരു സ്പെസിഫിക് ടൈറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ട്യൂട്ടേഴ്സ് ടിപ്സ് സോഷ്യൽ വെൽഫെയർ ക്ലബിൻ്റെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആണ്. ഒരു ക്ലബ്ബ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ട്യൂട്ടേഴ്സ് ടിപ്സ് സോഷ്യൽ വെൽഫെയർ ക്ലബിൻ്റെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കാം. നമുക്ക് അതിൻ്റെ ഏത് ഇയറിലെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആണ് എന്നുള്ളത് ടൈറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഫോർമാറ്റ് നോക്കാം. ഡെബിറ്റ് സൈഡ് റെസിപ്റ്റ്സ് കോളം ആൻഡ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ് കോളം ആൻഡ് എമൗണ്ട് കോളം. Okay, see receipts and payments account starts with opening balance of cash and bank. Okay, ഇവിടെ നോക്കിയാൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണുള്ളത്, മീൻസ് പേയ്മെൻറ്റ് സൈഡിലാണുള്ളത്. കാരണം എന്താണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തത് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. സോ അതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ളത്. ബാങ്കിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഓരോ ഐറ്റംസ് നമുക്ക് ആദ്യം പേയ്മെൻറ്റ് സൈഡ് നോക്കാം. പേയ്മെൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 2020 വർഷം അല്ലെ, 2020 വർഷത്തിൽ അവർ ചെയ്തിട്ടുള്ള എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും അതുപോലെ തന്നെ ബാങ്കിലൂടെ നടത്തിയിട്ടുള്ള പേയ്മെൻറ്റ്സും ആണ് പേയ്മെൻറ്റ് സൈഡിൽ ഉണ്ടാവുക. 2020 റിലേറ്റഡ് ആവാം, 2019 റിലേറ്റഡ് ആവാം, 2018 റിലേറ്റഡ് ആവാം, 2021 2022 റിലേറ്റഡ് ആവാം. ഇതൊന്നും ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ ക്യാഷ് ഈ വർഷം 2020 പേ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ 2020 റിസീവ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഏത് വർഷമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതായിക്കോട്ടെ എവിടെ വരും? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഫസ്റ്റ് വരുന്നത് സാലറി. ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ചില ഐറ്റംസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ക്രെഡിറ്റ് സൈഡ് നോക്കുക, സാലറി, ദെൻ റെൻറ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം. ഇവിടെ വരുന്ന ഒരു ഐറ്റമാണ് എന്ത്? ഹോണറേറിയം എന്ന് പറയുന്നത്. ഹോണറേറിയം ഈസ് എ സ്മോൾ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ടു എ പേഴ്സൺ ഫോർ റെൻഡറിങ് സർവീസ് വേർ ദർ ഇസ് നോ ഫിക്സഡ് സാലറി. അതായത് ഒരു ഫിക്സഡ് സാലറി അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരാൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സർവീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഹോണറേറിയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ക്ലബ്ബിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ നടന്നു. ആ കോമ്പറ്റീഷൻ ജഡ്ജായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, അയാൾക്ക് കൊടുത്തിട്ടുള്ള എമൗണ്ട് ഹോണറേറിയം ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഒരു ഗസ്റ്റായിട്ട് ഒരു സ്പീക്കർ ഇൻവൈറ്റ് ചെയ്തു. ആ സ്പീക്കർക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്തിന് എക്സാമ്പിളാണ്? ഹോണറേറിയത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് മുനിസിപ്പൽ ടാക്സസ്, ദെൻ ഓഫീസ് എക്സ്പെൻസസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, അഡ്വർടൈസ്മെൻറ്റ്, ഓഡിറ്റ് ഫീ. അല്ലെ, ഈ ബുക്സ് ഓഡിറ്റ് ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും അത് ഓഡിറ്റ് ചെയ്തതിന് കൊടുത്ത എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യുന്നതിന് കൊടുക്കുന്ന എമൗണ്ട് ആയിരിക്കാം. ഓക്കെ, ദെൻ ഇൻഷുറൻസ്, ദെൻ ബൈ എക്സ് ലോൺ റീപെയ്ഡ്. ഇപ്പോൾ ക്ലബ്ബ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും. ആ ലോൺ റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സൈഡിൽ വരും. അതുപോലെ തന്നെ ബൈ മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, ന്യൂസ് പേപ്പറും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന എമൗണ്ട്. പ്രൈസ് ആൻഡ് റിവാർഡ്സ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇത് ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റം ആയിക്കോട്ടെ റവന്യൂ നാച്ചുറൽ ഐറ്റം ആയിക്കോട്ടെ എന്തിൽ വരും? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വരും. അതുപോലെ തന്നെ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ആ ക്ലബ്ബ് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നു, ബുക്സ് പർച്ചേസ് ചെയ്യുന്നു, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു. ഇനി ഈ ഹെഡിലൊന്നും വരാത്ത ചെറിയ എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്തായിട്ട് കാണിക്കാം? മിസ്ലാനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള എല്ലാ പേയ്മെൻറ്റ്സും, ക്യാഷ് പേയ്മെൻറ്റ് ആയിക്കോട്ടെ ബാങ്ക് പേയ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാ പേയ്മെൻറ്റ്സും, അതുപോലെ തന്നെ ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, എല്ലാം എവിടെ വരും? പേയ്മെൻറ്റ് സൈഡിൽ വരും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ. ഓക്കെ, ദെൻ നമുക്ക് ഈ ബാലൻസിങ് ഫിഗർ അവസാനം പറയാം. ദെൻ നമ്മുടെ ഡെബിറ്റ് സൈഡ് നോക്കാം. ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ്സ് ആണുള്ളത്. ഓക്കെ, എന്തെല്ലാം രീതിയിലാണ് ഈ ക്ലബിന് ക്യാഷ് ആയിട്ടും അതുപോലെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലും അവരുടെ റെസിപ്റ്റ്സ് ഇങ്ങനെയൊക്കെയാണ് ക്യാഷ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് റെസിപ്റ്റ് സൈഡിൽ ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് വരുന്നത് സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ്. എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? സബ്സ്ക്രിപ്ഷൻ മീൻസ് ഇറ്റ് ഈസ് എൻ എമൗണ്ട് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ്
ഫോർ എ സ്പെസിഫിക് പർപ്പസ്. അല്ലെ, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോയാൽ നമ്മൾ ജിമ്മിൽ ഓരോ മന്തും ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ആ എമൗണ്ട് എന്താണ്? സബ്സ്ക്രിപ്ഷനാണ്. ഇപ്പോൾ ഈ ക്ലബ്ബിൽ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി കുറച്ച് ആളുകൾ എന്തുണ്ട്, ആ ലൈബ്രറിയിൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കൊടുത്തുകൊണ്ട് ആ ലൈബ്രറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന് എക്സാമ്പിളാണ്? സബ്സ്ക്രിപ്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, അതിൽ പ്രീവിയസ് ഇയറിലത് ഈ ബുക്ക് റെസിപ്ഷൻ പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വരും, കറണ്ട് ഇയറിൻ്റെതായിക്കോട്ടെ വരും, നെക്സ്റ്റ് ഇയർ റിലേറ്റഡ് സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, എല്ലാം എന്തിൽ വരും? റെസിപ്ഷൻ പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വരും. ദെൻ സബ്സ്ക്രിപ്ഷൻ ഫോർ സ്പെസിഫിക് സർവീസസ്. ചിലപ്പോൾ എന്തായിരിക്കും, നല്ല സ്പെസിഫിക് ആയിട്ട് സർവീസസിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യും. ഓക്കെ, അതും എന്താണ്? റെസിപ്റ്റ് സൈഡിലാണ് വരുന്നത്. നെക്സ്റ്റ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ മീൻസ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം എ മെമ്പർ ഫോർ ലൈഫ് ടൈം മെമ്പർഷിപ്പ്. അയാളുടെ ലൈഫ് ടൈം മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഒരു മെമ്പർ എന്ത് ചെയ്യാണ്? ഒരു എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ അതെന്തിൽ വരും? ലൈഫ് മെമ്പർഷിപ്പ് ഫീയിൽ വരും. ദെൻ എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ മീൻസ് എമൗണ്ട് കളക്റ്റഡ് ഫ്രം ന്യൂ മെമ്പേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ്. ഓക്കെ, ഒരു പുതിയ മെമ്പർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഐറ്റമാണ് എന്തെന്ന് പറയുന്നത്? അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറൽ ഗ്രാൻഡ്. ജനറൽ ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ക്ലബ്ബുകൾക്ക് ഒരുപാട് എമൗണ്ട് കിട്ടും, അല്ലെ, പല പല പർപ്പസിനായിട്ട് എമൗണ്ട് കിട്ടും. ആ കിട്ടുന്ന എമൗണ്ടുകളെയാണ് ജനറൽ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് പർപ്പസിനല്ലാതെ ജനറലി ഗവൺമെൻറ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എല്ലാം ജനറൽ ഗ്രാൻഡിലാണ് വരെ. നെക്സ്റ്റ് ഗ്രാൻഡ് ഫോർ സ്പെസിഫിക് അസറ്റ്സ് ഓർ പർപ്പസ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെഷീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തിൽ വരും? സ്പെസിഫിക് പർപ്പസിനുള്ള ഗ്രാൻഡിൽ വരും. ഈ ജനറൽ ഗ്രാൻഡുകൾ റവന്യൂ ഐറ്റമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്പെസിഫിക് ഗ്രാൻഡുകൾ എന്തായിട്ടാണ്? ക്യാപിറ്റൽ ഐറ്റമായിട്ടാണ് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ജനറൽ ഗ്രാൻഡ്സ് റവന്യൂ റെസിപ്റ്റ് ആയിട്ടും ഗ്രാൻഡ് ഫോർ സ്പെസിഫിക് അസറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡൊണേഷൻസ്. ഡൊണേഷൻസിൽ തന്നെ ജനറൽ ഡൊണേഷൻസ് ഉണ്ട്. ഡൊണേഷൻസ് മീൻസ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഡൊണേഷൻസ് കിട്ടും ക്ലബിന്, അല്ലേ. ജനറൽ ആയിട്ട് കിട്ടുന്ന ഡൊണേഷൻ ആണെങ്കിൽ അത് നമ്മൾ ജനറൽ ഡൊണേഷൻസ് എന്ന് കാണിക്കും. ഇത് റവന്യൂ റെസിപ്റ്റ് ആണ്. ഇനി ഡൊണേഷൻസ് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ചിലപ്പം ഡൊണേഷൻസ് കിട്ടും. സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഡൊണേഷൻസ് കിട്ടുകയാണെങ്കിൽ ആ ഡൊണേഷൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എന്തായിട്ടാണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആളുകൾക്ക് ഡൗട്ട് ഉള്ളത്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് കേൾക്കാത്തൊരു സാധനമാണ് ലെഗസീസ്. ലെഗസീസ് മീൻസ് എമൗണ്ട് റിസീവ്ഡ് ത്രൂ എ വിൽ ആഫ്റ്റർ ഡെത്ത് ഓഫ് എ പേഴ്സൺ. ഒരാളുടെ മരണശേഷം അയാളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അയാളുടെ വില്ല് പ്രകാരം റിസീവ് ചെയ്യുന്ന എമൗണ്ടുകളെയാണ് ലെഗസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു വിൽപത്രം എഴുതി വെക്കുകയാണ്, എൻ്റെ മരണശേഷം എൻ്റെ സ്വത്ത് നിന്ന് ഒരു 5 ലക്ഷം എൻ്റെ ക്ലബിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെക്കുകയാണെങ്കിൽ ഞാൻ മരണപ്പെടുന്ന സമയത്ത് ആ എമൗണ്ട് ക്ലബിന് കിട്ടും, അല്ലേ. അത് അവരെന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ലെഗസീസ് എന്ന് പറയുന്ന ഐറ്റം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് റെസിപ്റ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫിക് ഫണ്ട്. ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളതിനെയാണ് എന്ത് പറയുന്നത്? റെസിപ്റ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫിക് ഫണ്ട് എന്ന് പറയുന്നത്. ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഫണ്ട് കളക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഫണ്ട് കളക്ട് ചെയ്യുന്നു. ഇതെല്ലാം എന്താണ്? ഇതിൽ വരും, റെസിപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫിക് ഫണ്ട് വരും. നെക്സ്റ്റ് റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. എൻഡോൺമെൻറ്റ് ഫണ്ട്, നെക്സ്റ്റ് കൺഫ്യൂഷൻ അറിയാത്തൊരു ഐറ്റം എൻഡോൺമെൻറ്റ് ഫണ്ട് ആയിരിക്കും. എൻഡോൺമെൻറ്റ് ഫണ്ട് മീൻസ് എ പെർമനൻറ്റ് ഫണ്ട് വേർ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ആൻഡ് ഓൺലി ദ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻഡോൺമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് ഫണ്ട് ആയിരിക്കും. ആ പെർമനൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ് ഇവിടെ എന്ത് യൂസ് ചെയ്യുക? ഇവരുടെ റെസിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ ഒരു ക്ലബ്ബ് എൻ്റെ അടുത്ത് വന്നു, ഞാൻ എന്ത് ചെയ്തു? ആ ക്ലബിനോട് പറഞ്ഞു ഒരു 10 ലക്ഷം ഞാൻ തരാം, ആ 10 ലക്ഷം എന്ത് ചെയ്യുക? നിങ്ങൾ ബാങ്കിലിടുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചോളൂ, നിങ്ങളുടെ ഇൻകം ആയിട്ട് ഉപയോഗിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ അത് എന്തിന് എക്സാമ്പിളാണ്? എൻഡോൺമെൻറ്റ് ഫണ്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ പ്രിൻസിപ്പൽ എമൗണ്ട് അവർ യൂസ് ചെയ്യില്ല. ആ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം ആണ് എന്ത് ചെയ്യുക?
യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ആ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, എൻഡോൺമെൻറ്റ് ഫണ്ട് എന്ന് പറയും. ദെൻ സെയിൽ ഓഫ് സ്ക്രാപ്പ്, നെക്സ്റ്റ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്, ദെൻ മിസ്ലാനിയസ് റെസിപ്റ്റ്സ്. ഈ ഒരു കാറ്റഗറിയിലൊന്നും പെടാത്ത വേറെ എന്തെങ്കിലും റെസിപ്റ്റ്സുകൾ ഉണ്ടെങ്കിൽ മിസ്ലാനിയസ് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കാം. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്ത സമയത്ത് ക്യാഷ് ഇയർ എൻഡ് ആയ സമയത്ത് ക്യാഷ് ഇൻ ഹാൻഡ് 30,000 റുപ്പീസ് ഉണ്ട്. കണ്ടില്ലേ, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് 30,000. ബാങ്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിൽ എന്താണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ് വരുന്നത്. സോ ഡെബിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്, സോ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമാറ്റ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ തരം നമുക്ക് വരാൻ ചാൻസ് ഉള്ള എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് ഇത്. താങ്ക് യു.